എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സുപ്രധാന വ്യാപാര കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യയും ബ്രിട്ടനും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഘട്ടം ഘട്ടമായി തീരുവ ഒഴിവാക്കും. ഇന്ത്യ UK ബന്ധത്തിലെ നാഴികക്കല്ലെന്ന് നരേന്ദ്രമോദി. एक ऐतिहासिक दिवस है. मुझे प्रसन्नता है कि कई वर्षों की मेहनत के बाद दोनों देशों के बीच कॉम्प्रिहेंसिव इकोनॉमिक एंड ट्रेड एग्रीमेंट संपन्न हुआ है. യുകെയിലെ 5 സർവകലാശാലകൾ ഇന്ത്യയിലേക്ക്. ഐക്യമത്യം നഷ്ടപ്പെട്ടിട്ട് വിഭജിച്ചു പോയി കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം അവരുടെ എല്ലാ തരത്തിലുമുള്ള ആർഗ്യുമെന്റേറ്റീവ് പവർ അത് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. ജോസും ജോസഫും ഒന്നിച്ച് UDF ഉണ്ടാകണമെന്ന് തുറന്നു പറഞ്ഞ കത്തോലിക്ക സഭയിലെ മുതിർന്ന വൈദികൻ. ലയനത്തിന് തടസ്സം നേതാക്കളുടെ ഈഗോ. ഇടപെട്ട് ബിഷപ്പുമാർക്കും മടുത്തു. നേതൃത്വത്തിന് പഴയ അനുസരണയില്ലെന്നും ഫാദർ മാണി പുതിയിടം ന്യൂസ് 18നോട്. ട്രാക്ടർ യാത്രയിൽ ADGP MR അജിത് കുമാറിനെ എതിരെ നടപടി വേണമെന്ന് DGP. അജിത് കുമാറിന്റെ മറുപടി തൃപ്തികരമല്ലെന്ന് ADGPയുടെ റിപ്പോർട്ട്. DGPയുടെ ശുപാർശയിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകം. ആലത്തൂരിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് കസ്റ്റഡിയിൽ. പ്രദീപിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി നേഹയുടെ കുടുംബം. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. അമ്മ തെരഞ്ഞെടുപ്പിൽ പോരിനൊരുങ്ങി താരങ്ങൾ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷും ശ്വേതാ മേനോനും രവീന്ദ്രനും മത്സരത്തിന്. ജനറൽ സെക്രട്ടറിയാവാൻ ബാബുരാജും ജോയ് മാത്യുവും. തെരഞ്ഞെടുപ്പിനായി സമർപ്പിച്ചത് 93 പത്രികകൾ. മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ മികച്ച സ്കോറിനായി ഇന്ത്യയുടെ പോരാട്ടം. 6 വിക്കറ്റ് നഷ്ടത്തിൽ 321 റൺസ് പിന്നിട്ടു. പരിക്കേറ്റ് മടങ്ങിയ ഋഷഭ് വീണ്ടും ക്രീസിൽ. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ UAE BCCI സംഘാടകർ. വിശദമായി നോക്കാം. സുപ്രധാന വ്യാപാര കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യയും ബ്രിട്ടനും. രാജ്യത്തു നിന്നുള്ള സമുദ്രോൽപ്പന്നങ്ങൾക്ക് ബ്രിട്ടൻ ഇറക്കുമതി തീരുവ ഒഴിവാക്കും. കരാർ കേരളത്തിനും നേട്ടം. കേരളത്തിൽ നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങൾക്ക് ഇറക്കുമതി തീരുവ 12-ൽ നിന്ന് 0-ആയി കുറയും. ഇന്ത്യയിൽ ബ്രിട്ടൻ നിർമ്മിത സ്കോച്ച് വിസ്കിക്കും കാറുകൾക്കും വില കുറയും. ലെതർ, പാദരക്ഷകൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ അടക്കമുള്ളവയുടെ കയറ്റുമതിയിൽ ഇന്ത്യക്ക് സുപ്രധാന നേട്ടമാകുന്നതാണ് കരാർ. ഇന്ത്യ UK ബന്ധത്തിലെ ചരിത്ര നിമിഷമെന്ന് പ്രധാനമന്ത്രി. आज हमारे संबंधों में एक ऐतिहासिक दिवस है. मुझे प्रसन्नता है कि कई वर्षों की मेहनत के बाद दोनों देशों के बीच कॉम्प्रिहेंसिव इकोनॉमिक एंड ट्रेड एग्रीमेंट संपन्न हुआ है. यह समझौता मात्र आर्थिक साझेदारी नहीं बल्कि साझा समृद्धि की योजना है. एक और भारतीय टेक्सटाइल, फुटवियर, जेम्स एंड ज्वेलरी, सी फूड और इंजीनियरिंग गुड्स को UK में बेहतर मार्केट एक्सेस मिलेगा. भारत के एग्रीकल्चर प्रोड्यूस और प्रोसेस्ड फूड इंडस्ट्री के लिए UK की मार्केट में नए अवसर बनेंगे. 2 लोकतांत्रिक देशों और विश्व की 2 बड़ी इकोनॉमीज के बीच हुए ये समझौते वैश्विक स्थिरता और समृद्धि को भी बल देंगे. അഭിലാഷ് രാധാകൃഷ്ണൻ ചേർന്ന വിവരങ്ങളുമായി. അഭിലാഷ്, സുപ്രധാന നാഴികക്കല്ല് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഇന്ത്യയിലെ തൊഴിലാളികൾ മുതൽ പ്രൊഫഷണൽ വരെയുള്ളവർക്ക് നിർണായകമാകുന്ന, സ്വാധീനിക്കുന്ന വലിയ തരത്തിലുള്ള കരാർ അല്ലേ?
അതെ, തീർച്ചയായിട്ടും ഭവ്യ. ഇന്ത്യയും യു കെയും തമ്മിൽ കഴിഞ്ഞ 3 വർഷമായിട്ടുള്ള നിരന്തര ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ UK ഇന്ത്യ വിഷൻ 2035 എന്ന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയും UK പരസ്പരം ഇറക്കുമതി നടത്തുന്ന ഉത്പന്നങ്ങൾക്ക് തീരുവ വെട്ടിക്കുറയ്ക്കുന്നതിനാണ് ഇരു രാജ്യങ്ങളും ഈ കരാറിലൂടെ ഒപ്പിട്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് നിരവധി ഉത്പന്നങ്ങൾ UK യിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. അതായത് തുണിത്തരങ്ങളുണ്ട്, ചെരുപ്പ്, പാദരക്ഷകളുണ്ട്, അതുപോലെ രത്നങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവയ്ക്ക് ഇപ്പോൾ ബ്രിട്ടനിൽ ഏകദേശം 8 മുതൽ 12% വരെയാണ് ഇറക്കുമതി തീരുവയുള്ളത്. അത് 0-ലേക്ക് പൂർണ്ണമായും ഒഴിവാക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കരാർ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളായിട്ടുള്ള തുണിത്തരങ്ങൾക്ക് 8 മുതൽ 12% വരെ, അതുപോലെ ചെരുപ്പ്, ആഭരണങ്ങൾ, രത്നങ്ങൾ എന്നിവയ്ക്ക് 4 മുതൽ 16% വരെയാണ് ഇറക്കുമതി തീരുവ ഉണ്ടായിരുന്നത്. അത് 0-ലേക്ക് എത്തിക്കും. അങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി വർദ്ധിക്കുകയും മാത്രമല്ല ഇന്ത്യൻ ഉത്പന്നങ്ങൾക്ക് ബ്രിട്ടനിൽ വില കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ കൂടുതൽ ഇവിടുന്ന് എക്സ്പോർട്ട് ഉണ്ടാവുകയും അവിടെ കൂടുതൽ ആളുകൾ ഇന്ത്യൻ ഉത്പന്നങ്ങൾ വാങ്ങാൻ തയ്യാറാവുകയും ചെയ്യും. ഇത്തരത്തിൽ ഇന്ത്യയുടെ ലാഭം അധികമായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് ഈ കരാറിലൂടെ ഇന്ത്യക്ക് ലഭിക്കുന്ന ഒരു നേട്ടം. അതുപോലെ തന്നെ കേരളത്തിൽ ഉണ്ടാകുന്ന മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് സുഗന്ധവ്യഞ്ജനങ്ങൾക്കും ചെമ്മീൻ്റെയും തീരുവ പൂർണ്ണമായും ഒഴിവാക്കി എന്നുള്ളതാണ്. അത്തരത്തിൽ കേരളത്തിൽ നിന്നുള്ള ചെമ്മീൻ കയറ്റുമതിയും കൂടും, അതുപോലെ സുഗന്ധദ്രവ്യങ്ങളും കയറ്റുമതി കൂടും. അവിടെ ഇംഗ്ലണ്ടിൽ അതിനുള്ള ആവശ്യക്കാർ കൂടുകയും ചെയ്യും. ഇത് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള, ഇന്ത്യക്കും കേരളം എന്നുള്ള നമ്മുടെ സംസ്ഥാനം എന്നുള്ള രീതിയിൽ കേരളത്തിനും വലിയ നേട്ടമുണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ബ്രിട്ടൻ നിർമ്മിത സ്കോച്ച് വിസ്കിക്ക് 150% ഇപ്പോൾ ഇറക്കുമതി തീരുവ. അത് കുറച്ച് 75%-ലേക്കും ഭാവിയിൽ അത് 40%-ലേക്കും വെട്ടിച്ചുരുക്കും. മറ്റൊന്ന്, ബ്രിട്ടൻ നിർമ്മിത കാറുകൾ, വാഹനത്തിൻ്റെ പാർട്ടുകൾ, അതുപോലെ ബ്രിട്ടീഷ് കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഇറക്കുമതിയും വെട്ടിച്ചുരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4% മുതൽ 16% വരെയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ബ്രിട്ടനിൽ വെട്ടിച്ചുരുക്കുന്നത് തീരുവ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഓരോ പ്രതിവർഷം 56,150 കോടി രൂപയുടെ ലാഭമാണ് ഇപ്പോഴത്തെ ഈ സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ ബ്രിട്ടന് ലാഭമാവുന്നത്. വരും വർഷങ്ങളിൽ വിഷൻ 2035 കൂടി തന്നെ ഇന്ത്യയും UK യുമായിട്ടുള്ള വ്യാപാര ബന്ധം കൂടുതൽ വലിയ രീതിയിൽ വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടെ ഈ ഒരു വ്യാപാര കരാർ ഒപ്പിടുന്നതിലൂടെ ഇരു രാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സ്വതന്ത്ര വ്യാപാര കരാറിന് വിഷൻ UK ഇന്ത്യ വിഷൻ 2035 എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. ഭവ്യ. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് DGPയുടെ റിപ്പോർട്ട്. ശബരിമലയിലെ ട്രാക്ടർ യാത്രയിലാണ് നടപടി. സർക്കാരിന് കൈമാറിയ റിപ്പോർട്ടിലാണ് നടപടി വേണമെന്ന DGPയുടെ ശുപാർശ. അജിത് കുമാറിന്റെ മറുപടി തൃപ്തികരമല്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. തിങ്കളാഴ്ച റിപ്പോർട്ട് കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. VV വിനോദ് നൽകും വിവരങ്ങൾ. വിനോദ്, ADGPക്ക് കുരുക്ക് മുറുകുകയാണ്. DGP എന്തായാലും നടപടി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൽ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകം അല്ലേ? ഭവ്യ, അങ്ങനെ തന്നെയാണ്. കാരണം വിവാദ ട്രാക്ടർ യാത്രയിൽ തിങ്കളാഴ്ച വീണ്ടും കോടതി ആ കേസ് പരിഗണിക്കുന്നുണ്ട്. സ്വാഭാവികമായും കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടിയുണ്ടായി എന്നത് ആരായും. ഇപ്പോൾ DGP റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ യാത്ര ശരിയല്ല, അജിത് കുമാറിൻ്റെ വിശദീകരണം തൃപ്തികരമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിലപാടാണ് ഇതിൽ നിർണായകമാകുക. ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ ഭാഷയിലാണ് ഈ വിമർശനമുണ്ടായത്. കാരണം 12 വർഷമായി ഇങ്ങനെ ട്രാക്ടർ യാത്ര നിരോധിച്ചിരിക്കുന്നു. അവിടെ പോലീസിൻ്റെ ഏകോപന ചുമതലയുണ്ടായിരുന്ന ADGPയാണ് MR അജിത് കുമാർ. അദ്ദേഹത്തിന് അപ്പോൾ അത് സംബന്ധിച്ച് അജ്ഞതയില്ല. പിന്നെ എന്തുകൊണ്ട് ഈ യാത്ര നടത്തിയെന്ന ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ അജിത് കുമാർ DGPക്ക് നൽകിയ വിശദീകരണമാകട്ടെ, തനിക്ക് കാലിന് വേദനയുണ്ടായിരുന്നു, കുറേ ദൂരം നടന്നു, പിന്നീട് ഈ ട്രാക്ടർ എത്തിയപ്പോൾ അതിൽ കയറി മറ്റുദ്യോഗസ്ഥരോടൊപ്പം സന്നിധാനത്തേക്ക് പോവുകയും അവിടെ നിന്ന് തിരികെയും കുറേ ദൂരം നടക്കുകയും പിന്നീട് ട്രാക്ടറിൽ യാത്ര ചെയ്തുവെന്നുമാണ്. ഏതായിരുന്നാലും മന്ത്രി K രാജൻ്റെ അടക്കം ആക്ഷേപം കൂടി ഈ വിഷയത്തിൽ ADGPക്ക് കേൾക്കേണ്ടി വന്നു. വകതിരിവ് എന്നൊരു കാര്യമുണ്ട്, അത് ട്യൂഷന് പോയാൽ കിട്ടില്ല എന്ന കാര്യമാണ് രാജൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണമായി വന്നത്. നമുക്കറിയാം, മന്ത്രി രാജനും ADGPയുമായുള്ള ബന്ധം അത്ര സുഖകരമല്ല. പ്രത്യേകിച്ച് ഈ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മന്ത്രി രാജൻ ആ ദിവസം തന്നെ വിളിക്കുമ്പോൾ ADGP ഫോൺ എടുത്തില്ല എന്ന വിമർശനമുണ്ടായിരുന്നു. പിന്നീട് മന്ത്രി തന്നെ ADGPക്കെതിരെ അന്വേഷണ സംഘത്തിന് മൊഴി നൽകുന്ന സാഹചര്യമുണ്ടായി. ഈ വിഷയത്തിലും DGP നൽകിയിട്ടുള്ള റിപ്പോർട്ട്
ADGPക്ക് എതിരാണ്. അതായത് 2 DGPമാർ, അത് ഇപ്പോഴത്തെ DGP റവാഡ ചന്ദ്രശേഖർ ആകട്ടെ, നേരത്തെ ഉണ്ടായിരുന്ന DGP ഷേഖ് ദർവേസ് സാഹിബ് ആകട്ടെ, ഈ 2 പേരും ഒരേ സ്വരത്തിലാണ് ADGPക്കെതിരെ നിലപാടെടുക്കുന്നത്. DGP മാറിയെങ്കിൽ കൂടിയും ഈ സ്ഥാനത്തെത്തുന്ന ആളുകളെല്ലാം തന്നെ ADGPക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഭവ്യ. വിനോദാണ് വിവരങ്ങൾ നൽകിയത്. കേരള കോൺഗ്രസ് ഒന്നിച്ചു നിൽക്കണമെന്ന് കത്തോലിക്ക സഭയിലെ മുതിർന്ന വൈദികൻ ഫാദർ മാണി പുതിയിടം ന്യൂസ് 18നോട്. വിഘടിച്ചു നിൽക്കുന്നതുകൊണ്ട് ആ പാർട്ടിയിലുള്ളവർക്ക് പോലും ഗുണമില്ലാതായി. ഒരു മന്ത്രിയും MLAയും കിട്ടിയിട്ട് എന്ത് കാര്യമാണുള്ളത്? ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയാത്ത ഇവരെ കൊണ്ട് എന്ത് പ്രയോജനമെന്നും മാണി പുതിയിടം ചോദിച്ചു. പ്രത്യയശാസ്ത്രത്തോട് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ജോസ് കെ മാണി വിഭാഗം UDFൽ എത്തുകയാണ് വേണ്ടത്. സഭാ മേലധ്യക്ഷന്മാരടക്കം കേരള കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇടപെട്ട് മടുത്തെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. അതിന് ഒരു ഐക്യമത്യം മഹാബലം എന്ന് നാം പറയുന്ന എല്ലാ തലങ്ങളിലും എവിടെയും എപ്പോഴും പ്രസക്തമായ കാര്യം തന്നെയാണ്. ഇവിടെ ഐക്യമത്യം നഷ്ടപ്പെട്ടിട്ട് വിഭജിച്ച് പോയി കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം അവരുടെ എല്ലാ തരത്തിലുമുള്ള ആർഗ്യുമെൻറ്റേറ്റീവ് പവർ അത് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. കേരള കോൺഗ്രസിനെ UDFിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള നേതാക്കളുടെ പ്രതികരണം ചർച്ചയായിരിക്കെയാണ് വെളിപ്പെടുത്തലുമായി കത്തോലിക്ക സഭയിലെ മുതിർന്ന വൈദികൻ ഫാദർ മാണി പുതിയിടം രംഗത്ത് വന്നത്. കേരള കോൺഗ്രസുകൾ ഒന്നിച്ചു നിൽക്കണമെന്ന് മാത്രമല്ല UDFിൽ എത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രത്യയശാസ്ത്രപരമായി ജോസ് കെ മാണി വിഭാഗത്തിന് എങ്ങനെയാണ് ഇടതുമുന്നണിയിൽ നിൽക്കാൻ കഴിയുക? ഫണ്ടമെന്റലായിട്ട് ഇവരുടെ ട്രേറ്റ്, ഇവരുടെ ഫിലോസഫി LDF അല്ലല്ലോ, UDFിൻ്റെ രണ്ടല്ലേ. മറ്റേതെന്താണ്? ഒലകൃത്യ വർഗസമരത്തിൻ്റെതല്ലേ, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസമാണ്. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തോട് യോജിച്ചു പോകാൻ കേരള കോൺഗ്രസ് എങ്ങനെ സാധിക്കുന്നത്? പല ഘട്ടങ്ങളിലും ചർച്ചകൾ നടത്തിയിട്ടുള്ളതായി വൈദികൻ വെളിപ്പെടുത്തി. പക്ഷേ ബിഷപ്പുമാരടക്കം മടുത്ത അവസ്ഥയിലാണ്. അനുസരണശീലമുള്ള നേതൃത്വമല്ല ഇപ്പോൾ ഉള്ളതെന്നും മാണി പുതിയിടം തുറന്നടിച്ചു. ഈ ജനത്തെ ഭിന്നിപ്പിച്ച് അവിടെ തമ്മിൽ അവരുടെ അഭിപ്രായ വ്യത്യാസം 16 ഗ്രൂപ്പാക്കി കൊണ്ട് പോകുന്നത് അത് അത്ര നല്ലതല്ലെന്ന് പറയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്, അതിന് ഞങ്ങൾക്ക് ചുമതലയുമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഭിന്നതകൾ വരുമ്പോൾ ബി കെയർഫുൾ എന്ന് പറയാൻ ഞങ്ങൾ സന്നദ്ധമാകുന്നു. മതമേലധ്യക്ഷന്മാരൊക്കെ നിലപാടുകൾ എടുക്കുന്നു. പക്ഷേ ഇപ്പം മതമേലധ്യക്ഷന്മാർ ഒന്നും പറയുന്നില്ല, കാരണം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയുന്നതുകൊണ്ടാണ്. കേരള കോൺഗ്രസിലെ വലിയൊരു വിഭാഗത്തിന് UDFിൽ എത്തണമെന്ന ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ ഇടതുമുന്നണി വിടാൻ നേതൃത്വത്തിന് ഭയമാണ്. ഭയപ്പെടാതെ പ്രത്യയശാസ്ത്രത്തോട് പ്രതിബദ്ധത കാണിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഒന്നിച്ചു പോയാൽ ഒന്നിച്ച് വിജയിക്കുക. പക്ഷേ അതിനുള്ള പ്രതിബദ്ധത കാണിക്കാൻ മാത്രമുള്ള ആത്മാർത്ഥത അവരെ മുൻപോട്ട് വച്ചിരിക്കുന്ന പ്രത്യയശാസ്ത്രത്തോട് വേണം. ഫലത്തിൽ ജോസ് കെ മാണി വഴങ്ങാതെ വന്നതോടെ ചർച്ചകൾ വഴിമുട്ടുന്നു എന്നാണ് മാണി പുതിയിടം ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ നേതൃത്വത്തിലെ വലിയൊരു വിഭാഗത്തിന് ജോസ് കെ മാണിയുടെ അഭിപ്രായമല്ല എന്നും മാണി പുതിയിടം തുറന്നു പറയുന്നു. UDFിലേക്ക് എത്താൻ ജോസ് കെ മാണി മാത്രമാണ് തടസ്സം നിൽക്കുന്നത് എന്നാണ് മാണി പുതിയിടത്തിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. അതായത് അപ്പുറത്ത് ഒരു പിളർപ്പുണ്ടാക്കാനായിരിക്കുമോ ഇനി UDF ശ്രമിക്കുക? ജോസ് കെ മാണി വിഭാഗം പിളരുമോ? കാത്തിരുന്ന് കാണാം. കോട്ടയത്ത് നിന്ന് G ശ്രീജിത്ത്, ന്യൂസ് 18. ഏതെങ്കിലും ഒരു വൈദികൻ പറയുന്നത് കേട്ട് കേരള രാഷ്ട്രീയം മാറില്ലെന്ന് CPM നേതാവ് കെ അനിൽകുമാർ. പുതിയിടത്തിന്റേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും കെ അനിൽകുമാർ പറഞ്ഞു. ഏതെങ്കിലും ഒരു വൈദികൻ പറയുന്നത് വെച്ചിട്ട് കേരളത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് പോകും എന്ന് ആരെങ്കിലും ധരിക്കാൻ പാടില്ല. മാത്രമല്ല, അത്തരം അഭിപ്രായങ്ങളെ നിരാകരിക്കുന്ന പൊതുമണ്ഡലമാണ് കേരളത്തിലുള്ളത്. കേരള കോൺഗ്രസും ആത്മാഭിമാനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവർ രാഷ്ട്രീയമായ നിലപാട് സ്വീകരിച്ചു. അതിന്റെ നിരാശ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ UDFിനുണ്ട്, വലതുപക്ഷത്തിനുണ്ട്. അവർ കേരള കോൺഗ്രസ് തമ്മിലെ അണികൾക്കിടയിൽ വെറുതെ ഒരു അന്തഛിദ്രം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ഓരോരുത്തരെ വെച്ച് നുണ നിർമ്മിക്കുകയാണ്. അതിന് കഴിവായി നിൽക്കാൻ ആരെങ്കിലും തയ്യാറാകുന്നുണ്ടെങ്കിൽ അവർ സ്വയം ആലോചിക്കുക, ഇത്തരം പണിയാണോ തങ്ങളെ വൈദിക ജീവിതത്തിന്റെ ഭാഗമായി സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. യുവതിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് കസ്റ്റഡിയിൽ. പാലക്കാട് വടശ്ശേരി സ്വദേശിനി നേഹ സുബ്രഹ്മണ്യനെയാണ് ഇന്നലെ ആലത്തൂർ തോണിപ്പാടത്തെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 25 വയസ്സായിരുന്നു. മൃതദേഹം പരിശോധിച്ച ആശുപത്രി അധികൃതരാണ് അസ്വാഭാവികം സംശയിച്ച് ആലത്തൂർ പോലീസിൽ സംഭവം അറിയിച്ചത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് ഭർത്താവ് പ്രദീപിനെ ചോദ്യം ചെയ്യുകയാണ്. ഇയാൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് യുവതിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. അതേസമയം ആത്മഹത്യയെന്നാണ് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട്. പാലക്കാട് വടക്കഞ്ചേരി സ്വദേശിനി 25-കാരിയായ നേഹ സുബ്രഹ്മണ്യനെയാണ് ഇന്നലെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം പരിശോധിച്ച ആശുപത്രി അധികൃതർക്ക് സംശയം തോന്നിയതോടെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു.
തുടർന്ന് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് ആലത്തൂർ സ്വദേശിയായ ഭർത്താവ് പ്രദീപിനെ കസ്റ്റഡിയിലെടുത്തു. ഇതിനിടെയാണ് ഇയാൾക്കെതിരെ യുവതിയുടെ ബന്ധുക്കൾ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തുന്നത്. നേഹ ആത്മഹത്യ ചെയ്യില്ലെന്നും പ്രദീപ് മകളെ ഉപദ്രവിച്ചിരുന്നുവെന്നും അവളെ കൊന്നതാണെന്നുമാണ് അമ്മയുടെ ആരോപണം. ഇന്നലെ രാത്രി 10 മണിയോടെ നേഹ വീട്ടുകാരെ വിളിച്ചിരുന്നുവെന്നും ഭർത്താവ് പ്രദീപ് തന്നെ ഉപദ്രവിക്കുന്നുവെന്നും പരാതി പറഞ്ഞതായി നേഹയുടെ വീട്ടുകാർ പറയുന്നു. പിന്നീട് നേഹ കുഴഞ്ഞു വീണെന്നും ആശുപത്രിയിൽ എത്തിച്ചെന്നും പ്രദീപ് അർദ്ധരാത്രി കുടുംബത്തെ അറിയിക്കുകയായിരുന്നു. 6 വർഷം മുമ്പാണ് നേഹയും പ്രദീപും വിവാഹിതരായത്. പല കാരണങ്ങൾ പറഞ്ഞ് ആദ്യ നാൾ മുതൽ തന്നെ നേഹയെ പ്രദീപ് മർദ്ദിച്ചിരുന്നതായാണ് കുടുംബം പറയുന്നത്. ഇയാൾക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും നേഹയുടെ കുടുംബം പറഞ്ഞു. അതേസമയം നേഹയുടേത് ആത്മഹത്യ എന്നാണ് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. ആരോപണ വിധേയനെ ചോദ്യം ചെയ്തു വരികയാണെന്നും ചോദ്യം ചെയ്യലിന് ശേഷം കൂടുതൽ നടപടികളെന്നും ആലത്തൂർ പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങിയ അടിവാരം സ്വദേശിനി ഹർഷിന വീണ്ടും സമരമുഖത്തേക്ക്. വീഴ്ച വരുത്തിയ ഡോക്ടർമാർക്കെതിരായ അച്ചടക്ക നടപടിയും നിയമ നടപടികളും വേഗത്തിലാക്കണമെന്നും നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർഷിന വീണ്ടും സമരത്തിനൊരുങ്ങുന്നത്. നീതിക്ക് വേണ്ടിയുള്ള ഹർഷീനയുടെ പോരാട്ടം നാളുകൾ പിന്നിടുന്നു. പലതവണ സർജറിക്ക് വിധേയമായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒരു കരുണാർദ്രമായ നിലപാട് ഉണ്ടാവുന്നില്ല എന്നാണ് ഹർഷീന പറയുന്നത്. വീണ്ടും പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലുമാണ് ഹർഷീന. നീതി നൽകുമെന്ന് പലപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ ഒരു കിരണം പോലും ഇപ്പോഴും താങ്കളിലേക്ക് എത്തുന്നില്ല എന്ന് തന്നെ വാസ്തവം. തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും വലിയൊരു അനാസ്ഥയ്ക്ക് ഇരയായി എല്ലാ തെളിവുകളോടും കൂടി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞിട്ടും ഈ ആരോഗ്യവകുപ്പ് മന്ത്രി അന്ന് തൊട്ട് ഹർഷനക്കൊപ്പമാണ് സർക്കാർ. മുഖ്യമന്ത്രി അടക്കം നമ്മളെ കാര്യത്തിൽ തീരുമാനമാവും നീതി ഉറപ്പാക്കുമെന്ന് പറഞ്ഞു എന്നല്ലാതെ ഒരു തരത്തിലുള്ള നീതി ഇതുവരെ നമുക്ക് ഉറപ്പായിട്ടില്ല. അപ്പോൾ അവസാന പ്രതീക്ഷയായിരുന്നു കോടതി. അപ്പോൾ അവിടെ പോലും നമ്മളെ അവഗണിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടിട്ടുള്ളത്. ഈ കുന്നമംഗലം കോടതിയിൽ ഈ ക്രിമിനൽ കേസ് വിചാരണ തുടങ്ങാനിരിക്കുന്ന സമയത്താണ് അവിടെ പോയിട്ട് ഞങ്ങൾ നിരപരാധികളാണെന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് പോയിട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ സ്റ്റേ വാങ്ങിപ്പോകുന്നത്. നമ്മളെ ഭാഗം കേൾക്കാൻ പോലുള്ള ഒരു സമയം തരാതെ അവർ സ്റ്റേ കൊടുത്തു. ഇത്രയും അധികം തെളിവുകൾ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ അവസാന ഒരു പ്രതീക്ഷ കോടതിയാണ്. ഇപ്പോൾ ഒരു കോമ്പൻസേഷന് വേണ്ടി നമ്മൾ എന്തായാലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള നീതി ഉറപ്പാവില്ല എന്ന് ഉറപ്പായപ്പോഴാണ് നമ്മളിപ്പോൾ കോടതിയിൽ കോമ്പൻസേഷന് വേണ്ടി ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന് തീരുമാനമായി വരുമ്പോഴേക്ക് എന്താണെന്ന് നമുക്കറിയില്ല. കോടതിയുടെ പ്രൊസീജിയേഴ്സ് ഒക്കെ അങ്ങനെയാണല്ലോ. നമ്മളെ നഷ്ടങ്ങൾക്ക് ആ ഒരു സമയത്ത് നഷ്ടപ്പെട്ട സമയത്താണല്ലോ നമുക്ക് നഷ്ടപരിഹാരം വേണ്ടത്. അപ്പോൾ അതിന് ഒരു തീരുമാനവും അല്ലെങ്കിൽ ഇത് ചെയ്തവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ആരോഗ്യവകുപ്പ് മന്ത്രിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്ത് തരത്തിലുള്ള നീതിയാണ് ഇവർ നമുക്ക് ഉറപ്പാക്കുന്നത്? ഇനി ഒരാൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവാനും പാടില്ല. അപ്പോൾ നീതി കിട്ടുന്നത് വരെ എവിടെയാണോ കിട്ടുന്നത് അവരുടെ പോരാട്ടം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിരന്തരമായ ഒരു സമരത്തിന് തൽക്കാലം ആരോഗ്യാവസ്ഥ സമ്മതിക്കാത്തതുകൊണ്ടാണ് നമ്മൾ കുറേ മാറി നിന്ന് ഇനി ഏതെങ്കിലും രൂപത്തിലൊരു നീതി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. നീതി കിട്ടും വരെ സമരം ചെയ്യാന്നുള്ളത് തന്നെയാണ് പോരാട്ടത്തിലുള്ള നീതി. എവിടെ കിട്ടുന്നു അവിടെ വരെ. കാരണം നമ്മൾ അത്രയും തളർന്നു കഴിഞ്ഞു. ഇനി ഒരാൾക്ക് ഇത്രയും വലിയൊരു ഗതികേട് ഉണ്ടാവാൻ പാടില്ല. എന്തായാലും ഹർഷീന വീണ്ടും സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. 29-ന് ഏകദിന സത്യാഗ്രഹത്തോടുകൂടിയാണ് അടുത്ത ഘട്ട സമര പരിപാടികൾക്ക് തുടക്കമാവുന്നത്. പിന്നീട് നിരന്തരമായി ഈ വിഷയം ഉന്നയിച്ച് രംഗത്തേക്ക് വരാൻ തന്നെ സർക്കാരിൻ്റെ കണ്ണു തുറക്കും വരെ അല്ലെങ്കിൽ ഹർഷീനയ്ക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുന്നത് വരെ പ്രതിഷേധ രംഗത്ത് അണിനിരക്കാനാണ് ഹർഷീനയുടെ ഒപ്പമുള്ളവർ ആലോചിക്കുന്നത്. കാസർഗോഡ് പെരിയ കേന്ദ്ര സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിനി റൂബി പട്ടേലിന്റെ മരണത്തിൽ നീതി തേടി കുടുംബം. ഗൈഡിന്റെ മാനസിക പീഡനമാണ് റൂബി ജീവനൊടുക്കാൻ കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് നിരന്തരം ബന്ധപ്പെട്ടുവെങ്കിലും സർവകലാശാല സഹകരിക്കുന്നില്ലെന്നും കുടുംബം പറയുന്നു. 2024 ഏപ്രിൽ 2-നാണ് പെരിയ കേന്ദ്ര സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിനി ഒഡീഷ സ്വദേശിനി റൂബി പട്ടേലിനെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗൈഡിന്റെ മാനസിക പീഡനം മരണത്തിന് കാരണമായെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. 1 വർഷം പിന്നിട്ടിട്ടും ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് നിരന്തരം ബന്ധപ്പെട്ടുവെങ്കിലും സർവകലാശാല സഹകരിക്കുന്നില്ലെന്നാണ് കുടുംബം പറയുന്നത്. ഏപ്രിൽ 13-നാണ് ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഒരു വിഷയാവതരണത്തിന് പിന്നാലെ ഗവേഷണത്തിന് യോഗ്യയല്ലെന്നും തന്റെ വില കളയരുതെന്നും ഗൈഡ് പറഞ്ഞതായി റൂബി സഹോദരി നിഷ പട്ടേലിനോട് പറഞ്ഞിരുന്നു. അക്കാദമിക് സമ്മർദ്ദവും പീഡനവുമാണ് റൂബിയെ മരണത്തിലേക്ക് നയിച്ചതെന്ന് സഹോദരി ഡോക്ടർ ആശാ റാണി പട്ടേൽ ആരോപിച്ചു. We have lost our precious life of my sister, and that is not only losing life of a family member, that is losing peace of each and everyone every day.
സംഭവ ദിവസം വൈകിട്ട് ഗൈഡിന്റെ ക്യാബിനിൽ നിന്ന് റൂബി കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത് കണ്ടതായി സഹപാഠികൾ മൊഴി നൽകിയിരുന്നു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. റൂബിയുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് ഉൾപ്പെടെ പരിശോധിച്ചിട്ടും ഫോറൻസിക് റിപ്പോർട്ടും നൽകിയില്ല. ആരോപണ വിധേയനായ അധ്യാപകനെ സംരക്ഷിക്കുന്ന സമീപനമാണ് സർവകലാശാലയുടേതെന്നും കുടുംബം. We are not able to forget the moment and all the scenes, all the memories, everything. But at least they can't give us back to my sister. But at least they can cooperate me for all these things. അതേസമയം റൂബി പട്ടേലിന് വിഷാദരോഗം ഉണ്ടായിരുന്നതായും ഇതാണ് മരണത്തിന് കാരണമെന്നുമാണ് സർവകലാശാലയുടെ വിശദീകരണം. സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും ഉന്നത അധികാരികൾക്കും കുടുംബം പരാതി നൽകി. ന്യൂസ് 18 കാസർഗോഡ്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ആശാവഹമായി പുരോഗമിക്കുന്നത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ്. കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര തലത്തിലുള്ള ഇടപെടലും മോചന നീക്കങ്ങൾക്ക് ശക്തി പകരുമെന്നാണ് പ്രതീക്ഷകൾ. അതിനിടെ താൻ യമനിൽ വീട്ടുതടങ്കലിലാണെന്ന വാദം തള്ളി നിമിഷപ്രിയയുടെ അമ്മയും രംഗത്തെത്തി. ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് പ്രേമകുമാരി താനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് മറുപടി നൽകിയത്. താൻ യമനിൽ വീട്ടുതടങ്കലിലാണെന്ന വാദം അടിസ്ഥാനരഹിതമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല, ഭക്ഷണത്തിനും മരുന്നിനും പ്രതിസന്ധിയില്ലെന്നും അവർ വ്യക്തമാക്കി. നിമിഷയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണെന്ന് മോചന ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് വ്യക്തമാക്കി. മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മുൻകൈയെടുക്കുന്ന പണ്ഡിതന്മാർ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി നിരന്തര സമ്പർക്കത്തിലാണ്. ചർച്ചകളിൽ വലിയ പുരോഗതിയുണ്ടെന്നും കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചു. നിമിഷയുടെ മോചന ശ്രമങ്ങളിൽ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് കാന്തപുരം കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു. തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്തി ദിയാദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ധാരണയിലെത്തിക്കാൻ മാത്രമേ ചർച്ചകളിലൂടെ കഴിയൂ. അനുബന്ധ നിയമ നടപടികളിൽ രാജ്യത്തിന്റെ ഔദ്യോഗിക ഇടപെടലാണ് വേണ്ടത്. യമനിൽ ഇന്ത്യൻ എംബസി ഇല്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് കാന്തപുരത്തിന്റെ അഭ്യർത്ഥന. നിമിഷപ്രിയയുടെ കുടുംബത്തിന് സാധ്യമായ സഹായമെല്ലാം ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. സൗഹൃദ സർക്കാരുകളുടെ സഹായം നിമിഷപ്രിയ കേസിൽ തേടിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ബീഹാർ വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധനയിൽ തുടർച്ചയായ 4ാം ദിവസവും പാർലമെന്റ് പ്രക്ഷുബ്ധമായി. തീവ്ര പരിശോധന നടത്താനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ MPമാർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. കർണാടകയിൽ വോട്ടർ പട്ടികയിൽ പുതുതായി ആളുകളെ ചേർത്തതിൽ ക്രമക്കേടുണ്ടെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. This is complete nonsense, right? The fact of the matter is that Election Commission is not doing its job. Now we have concrete 100% proof of Election Commission allowing cheating in a seat in Karnataka. Not 90%. When we decide to show it to you, it is 100% proof. Okay? And we just looked at one constituency and we found this. And I'm absolutely convinced that constituency after constituency, this is the drama that is taking place. Okay? Thousands and thousands of new voters. How old are they? 50, 45, 60, 65. New voters. Thousands and thousands and thousands, one constituency. Yes. And this is one thing, right? Voter deletion, voter addition. New voters who are 18, who are way above 18. So we have caught them. Okay, and I want to send a message to Election Commission. If you think you're going to get away with this, if your officers think you're going to get away with this, you're mistaken. You're not going to get away with it. Because we are going to come for you. നിരന്തരം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിനെതിരെ സ്പീക്കർ ഓം ബിർള രംഗത്തെത്തി. നേരത്തെ പാർലമെന്റ് കവാടത്തിന് മുന്നിൽ പ്രതിപക്ഷ MPമാർ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ചിരുന്നു. हम जिस तरीके का व्यवहार करेंगे, आचरण करेंगे, देश की लोकतांत्रिक संस्थाओं में उसका क्या संदेश जाएगा? माननीय वेणुगोपाल जी, आप इनको ये सिखाते हो क्या? नारेबाजी करना, तख्तियां लेकर आना, मेज थपथपाना, ये आपकी पार्टी के संस्कार नहीं रहे। लेकिन जो नई पीढ़ी जिस तरीके के संस्कार कर रही है, वो सारा देश देख रहा है।
രാജ്യസഭയിൽ ഉപരാഷ്ട്രപതിയുടെ രാജി ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം സഭ ബഹളമയമാക്കി. ജഗ്ദീപ് ധൻഖറിന്റെ രാജി ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവൻസ് സിംഗ് അനുവദിച്ചില്ല. അതിനിടെ പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ എന്നിവയുമായി ബന്ധപ്പെട്ട ചർച്ച ലോക്സഭയിൽ ഈ മാസം 28-നും രാജ്യസഭയിൽ 29-നും നടക്കും. 16 മണിക്കൂറാണ് വിഷയം ചർച്ച ചെയ്യുക. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ചയ്ക്ക് മറുപടി നൽകും. മുംബൈ ട്രെയിൻ സ്ഫോടന കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 12 പേരെ വെറുതെ വിട്ട മുംബൈ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ മഹാരാഷ്ട്ര സർക്കാർ സമർപ്പിച്ച അപ്പീലിലാണ് സുപ്രീംകോടതിയുടെ നടപടി. എന്നാൽ പ്രതികളെ ഉടൻ ജയിൽ മോചിതരാക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തിട്ടില്ല. വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച 5 പേരെയും ജീവപര്യന്തം തടവിന് വിധിച്ച 7 പേരെയുമാണ് തിങ്കളാഴ്ച ഹൈക്കോടതി വെറുതെ വിട്ടത്. കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് നിരീക്ഷിച്ചായിരുന്നു മുംബൈ ഹൈക്കോടതിയുടെ വിധി. പ്രതികൾ കുറ്റകൃത്യം ചെയ്തുവെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണെന്നും കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ബോംബുകൾ ഏത് വിഭാഗത്തിലുള്ളതാണെന്ന് പോലും രേഖപ്പെടുത്താൻ അന്വേഷണ സംഘത്തിനായില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. കേസ് അന്വേഷിച്ച മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡിനേറ്റ വലിയ തിരിച്ചടിയായിരുന്നു ഈ വിധി. പിന്നാലെ മഹാരാഷ്ട്ര സർക്കാർ സമർപ്പിച്ച അപ്പീൽ പരിഗണിച്ചാണ് സുപ്രീംകോടതി വിധി സ്റ്റേ ചെയ്തത്. സ്റ്റേ ഉത്തരവ് പ്രതികളെ ജയിൽ മോചിതരാക്കുന്നതിനെ ബാധിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. 12 പ്രതികൾക്കും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. 2006 ജൂലൈയിൽ നടന്ന സ്ഫോടനത്തിൽ 186 പേർ മരിക്കുകയും 800 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കേസിൽ അറസ്റ്റ് ചെയ്ത 12 പേരെ 2015 ഒക്ടോബറിലാണ് കീഴ്ക്കോടതി ശിക്ഷിച്ചത്. 5 പേർക്ക് വധശിക്ഷയും 7 പേർക്ക് ജീവപര്യന്തവുമാണ് കോടതി വിധിച്ചത്. 7 ലോക്കൽ ട്രെയിനുകളിലായിരുന്നു നഗരത്തെ നടുക്കിയ സ്ഫോടന പരമ്പരയുണ്ടായത്. പ്രഷർ കുക്കർ ബോംബുകളാണ് ഉപയോഗിച്ചിരുന്നത്. വൈകിട്ട് 6:24 ഖാർ റോഡ് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ആദ്യ സ്ഫോടനം. ബാന്ദ്ര, ജോഗേശ്വരി, മാഹിം, മീര റോഡ്, മാട്ടുങ്ക, ബോറിവ്ലി എന്നിവിടങ്ങളിലായിരുന്നു തുടർ സ്ഫോടനങ്ങൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കടക്കുന്നു. മഹാത്മാഗാന്ധിയെയും അന്തരിച്ച നേതാക്കളെയും അധിക്ഷേപിച്ച് സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ട നടൻ വിനായകനെതിരെ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി DGPക്ക് നിർദ്ദേശം നൽകി. പാലായിലെ മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ ചെയർമാൻ ABJ ജോസ് നൽകിയ പരാതിയെ തുടർന്നാണ് മുഖ്യമന്ത്രി DGPക്ക് നിർദ്ദേശം നൽകിയത്. മഹാത്മാഗാന്ധി, അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, K കരുണാകരൻ, ജോർജ് ഈഡൻ എന്നിവരുടെ പേരുകൾ കുറിച്ചുകൊണ്ടായിരുന്നു മോശപ്പെട്ട ഭാഷയിൽ വിനായകൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചത്. കോട്ടയത്ത് നിന്ന് G ശ്രീജിത്തും ഒപ്പം കൊച്ചിയിൽ നിന്ന് ടോം കുര്യാക്കോസും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം G ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്ത്, വളരെ പ്രധാനപ്പെട്ട വിവരം പുറത്തുവരുന്നു. മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിനായകനെതിരെ നടപടി ഉറപ്പ്, അല്ലെ? ഭവ്യാണ് കേസെടുക്കാൻ നിർദ്ദേശം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇത് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസ് എടുക്കുമോ എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും DGP പരിശോധിച്ച് താഴെ തട്ടിലേക്ക് ആയിരിക്കും ഇത് നൽകുക. അവിടെയാണ് കേസിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. എന്തായാലും പരാതി പല തലത്തിൽ പോയിരുന്നു. അതിലൊന്നാണ് ഈ പാലായിലെ മഹാത്മാഗാന്ധി ഫൗണ്ടേഷൻ, നാഷണൽ ഫൗണ്ടേഷൻ ഇങ്ങനെ ഒരു പരാതി നൽകിയത്. അതായത് ഈ വിനായകന്റെ പോസ്റ്റിൽ ഗാന്ധിജി അടക്കം അധിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതി നൽകിയത്. 1950 നെയിംസ് ആൻഡ് എംബ്ലംസ് ആക്ട്, ഒപ്പം തന്നെ നാഷണൽ ഹോണർ ആക്ട് എന്നിവ പ്രകാരം നടപടിയെടുക്കണം. ഗാന്ധിജിക്കെതിരായ അധിക്ഷേപത്തിൽ നടപടിയെടുക്കണം എന്നതാണ്. ഈ പലതരത്തിൽ കുറച്ച് മോശം ഭാഷയിലാണ് വിനായകന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നത്. അതിനെതിരെ വലിയ വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പരാതി പോയത്. സ്വാഭാവികമായിട്ട് അത് DGPക്ക് കൈമാറിയിട്ടുണ്ട്. വേണ്ട നടപടിയെടുക്കാനുള്ള നിർദ്ദേശമാണ് ഫലത്തിൽ നൽകിയിരിക്കുന്നത്. DGP സ്വാഭാവികമായിട്ടും എറണാകുളത്ത് ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എറണാകുളം സിറ്റിയിലേക്ക് ഇത് പരാതി കൈമാറാനാണ് സാധ്യത. തുടർന്ന് പോലീസ് ആയിരിക്കും ഒരുപക്ഷെ കേസെടുക്കുന്ന കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. ടോം കുര്യാക്കോസ് കൂടി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ടോം, അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി DGPക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ആരുടെ പരാതിയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ കടന്നത്? അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? അറിയാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഉൾപ്പെടെ അന്തരിച്ച രാഷ്ട്രീയ പ്രമുഖർക്കെതിരെ ഫേസ്ബുക്കിലാണ് നടൻ വിനായകൻ അധിക്ഷേപ പരാമർശം നടത്തിയത്. ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട് പങ്കുവച്ച
പോസ്റ്റിലായിരുന്നു വിനായകന്റെ ഈ മോശപ്പെട്ട പരാമർശങ്ങൾ. അതായത് എന്റെ തന്തയും ചത്തു, സഖാവ് VS ചത്തു, ഇങ്ങനെ ഗാന്ധിയെയും നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും ഉൾപ്പെടെ അധിക്ഷേപിച്ചുകൊണ്ടായിരുന്നു ആ വിവാദ പരാമർശങ്ങൾ. VSന് പുറമെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, മുൻ പ്രധാനമന്ത്രിമാരായ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, മുൻ മുഖ്യമന്ത്രി K. കരുണാകരൻ, ജോർജ് ഈഡൻ എന്നിവരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നു വന്നത്. അതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസും മറ്റു സംഘടനകളും ഈ വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പോലീസിൽ പരാതി നൽകിയത്. അത് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള പരാമർശം അങ്ങേറ്റം മോശം തന്നെയാണെന്ന് പറയേണ്ടി വരും. നമുക്കറിയാം, ഈ ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് പിന്നാലെ അദ്ദേഹത്തെ അധിക്ഷേപിച്ച് ഫേസ്ബുക്കിൽ വിനായകൻ പോസ്റ്റ് ഇട്ടതാണ്. വലിയ പ്രതിഷേധവും ഒക്കെ ഉയർന്നാണ്. അതിനെതിരെ സംഭവത്തിൽ കോൺഗ്രസ് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വിനായകനെതിരെ കേസും എടുത്തതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം VS അച്യുതാനന്ദന്റെ മരണത്തിന് ശേഷം VS അച്യുതാനന്ദന് അഭിവാദ്യം അർപ്പിച്ച് തെരുവിൽ മുദ്രാവാക്യം വിളിച്ചതിനെ തുടർന്ന് കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് വിനായകനെതിരെ കടുത്ത വിമർശനം ഉയർന്നു. ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയെക്കുറിച്ച് നടത്തിയ പഴയ പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് പ്രവർത്തകരും അനുകൂലികളും രംഗത്ത് വന്നത്. ഇവരുടെ അധിക്ഷേപങ്ങളുടെയും ഈ കമന്റുകളുടെയും എല്ലാം സ്ക്രീൻഷോട്ടുകൾ വിനായകൻ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് തിരിച്ചടിയും നൽകിയതാണ്. ഇതിന് പിന്നാലെയാണ് ഈ വിവാദമായിട്ടുള്ള, അതായത് അധിക്ഷേപ പരാമർശങ്ങൾ വിനായകന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നമുക്കറിയാം, നേരത്തെ വിനായകൻ പതിവായി ഇതുപോലുള്ള വിവാദ പരാമർശങ്ങൾ നടത്തുകയും അത് കേസും മറ്റു വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങുകയും ചെയ്തതാണ്. പക്ഷേ ഇത്തവണ അത് രാഷ്ട്രപിതാവിനെതിരായിട്ടുള്ള ഒരു പരാമർശമായതുകൊണ്ട് തന്നെ ശക്തമായ നടപടിയിലേക്ക് തന്നെ ഒരുപക്ഷെ നീങ്ങിയേക്കും. നിലവിൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി തന്നെയാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ശരി, എന്തായാലും നടൻ വിനായകനെതിരെ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി DGPക്ക് നിർദ്ദേശം നൽകിയതിന് ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വലിയ ചുടുകാട്ടിൽ VSന്റെ ചിത ഒരാഴ്ച ഇതേ നിലയിൽ സൂക്ഷിക്കാൻ CPM തീരുമാനം. സംസ്കാരം നടന്ന വലിയ ചുടുകാട്ടിലേക്ക് ഇപ്പോഴും നിരവധി പേരാണെത്തുന്നത്. VS കുടുംബാംഗങ്ങളും ഇന്നവിടെ എത്തി. മഴയ്ക്ക് ശേഷമുള്ള മരപ്പെയ്ത്ത് പോലെ വലിയ ചുടുകാട്ടിലേക്കുള്ള ആളൊഴുക്ക് ഇപ്പോഴും നിലച്ചിട്ടില്ല. പ്രിയ നേതാവിന്റെ ശേഷിപ്പുകൾ കാണാൻ, അഭിവാദ്യമർപ്പിക്കാൻ ജനം അക്ഷരാർത്ഥത്തിൽ ഒഴുകുകയാണ് വലിയ ചുടുകാട്ടിലേക്ക്. VS മരിച്ചെന്ന് വിശ്വസിക്കാൻ പോലും പലർക്കും കഴിയുന്നില്ല. ചെങ്ങമ്പുഴയുടെ ഒരു കവിതയാണ് ഓർമ്മ വരുന്നത്. അവശന്മാർ, ആർത്തന്മാർ, ആലംബഹീനന്മാർ, അവരുടെ സങ്കടം അറിയുന്ന, അവരുടെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരമുണ്ടാക്കുവാൻ അനീതിയോട് കലഹിക്കുന്ന പോരാളിയാണ്. മനുഷ്യ മനസ്സിന്റെ വിപ്ലവകാരിയാണ് സഖാവ് VS. മണ്ണിനോടും പ്രകൃതിയോടും മനുഷ്യന് വേണ്ടി പോരടിക്കുന്ന വിപ്ലവകാരി, അതാണ് സഖാവ്. സങ്കടമടക്കാനാകുന്നില്ല പലർക്കും. വിതുമ്പിയും പൊട്ടിക്കരഞ്ഞും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തുകയാണ്. മനുഷ്യ മനസ്സിൽ ഒരിക്കലും മായാതെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. നല്ലവനാണ്. എന്ത് പറയണം എനിക്ക് എന്നെ അറിയത്തില്ല, പറഞ്ഞാലും തീരത്തില്ല. അതുപോലെ ഉള്ള ഒരു വ്യക്തിയാണ്. വിട്ടുപിരിഞ്ഞു പോയതിൽ അഗാധമായ ദുഃഖം സങ്കടവും ഉണ്ട്. വരും ദിവസങ്ങളിലും കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരുമെന്നാണ് CPM കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഒരാഴ്ച ഇതേപടി ചിത സൂക്ഷിക്കും. ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ ഈ ചുടുകാട്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിപ്പം ഒരാഴ്ച കാലം ഇവിടെ ഇത് ഇങ്ങനെ സൂക്ഷിക്കുന്നുണ്ട്, ആൾക്കാർക്ക് വരാനും കാണാനും വേണ്ടി. VSന്റെ കുടുംബാംഗങ്ങളും ഇന്ന് വലിയ ചുടുകാട്ടിലെത്തി. മകൻ അരുൺകുമാറും മകൾ ആശയും ചെറുമക്കളും. അടിമസമാന ജീവിതത്തിൽ നിന്ന് കർഷക തൊഴിലാളികളെ മനുഷ്യരാകാൻ പഠിപ്പിച്ച നേതാവിനെ പുതുതലമുറയും ഇങ്ങനെയാണ് ഓർക്കുന്നത്. എന്താന്ന് ചോദിച്ചാൽ ആരാടാന്ന് പറയാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചതാണ്. പിന്നെ നമ്മുടെ ബൂത്തിലാണ്, ഞാൻ പുള്ളിന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. കണ്ണേകറിലെ VS. ന്യൂസ് 18 തിരുവനന്തപുരം. അമ്മ തെരഞ്ഞെടുപ്പ് പോരിനൊരുങ്ങി താരങ്ങൾ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷും ശ്വേതാ മേനോനും രവീന്ദ്രനും മത്സരിക്കും. ജനറൽ സെക്രട്ടറി ആവാൻ ബാബുരാജും ജോയ് മാത്യുവുമാണ് മത്സരരംഗത്ത്. തെരഞ്ഞെടുപ്പിനായി സമർപ്പിച്ചത് 93 പത്രികകൾ. വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അത് തന്നെയാണ്. എപ്പോഴും ഈ ആരോപണ വിധേയരായവർ മത്സരിക്കുന്നു എന്നുള്ളത് അതൊരു മോശം പ്രവണതയല്ലേ? ഞങ്ങൾ കോടതിയല്ല, ഞങ്ങളുടെ ഗ്രൂപ്പായിട്ടുള്ള ഒരു 500 പേർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അവരുടെ നല്ല കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ടീമാണ്. സോ ഞങ്ങളുടെ ഫോക്കസ് എപ്പോഴും അത് തന്നെയായിരിക്കും. അതിനുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് കാൻഡിഡേറ്റ്സ് തന്നെ വരട്ടെ, നന്നായിട്ട് അവർക്ക് മത്സരിക്കാൻ സാധിക്കട്ടെ, പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്നുള്ള ആഗ്രഹം. എല്ലാം ഹോപ്പ്ഫുള്ളി ഏറ്റവും നല്ല പോസിറ്റീവായിട്ട് തന്നെ നോക്കിക്കാണുന്നു. നല്ല രീതിയിൽ സംഭവിക്കട്ടെ എല്ലാം.
പത്രിക കൊടുത്തേ തീരുന്നില്ല. അവസാനല്ലേ, ഒന്നും ആയിട്ടില്ല, തീരുമാനമായിട്ടില്ല. ഒരു മത്സരം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നുണ്ടല്ലോ. ഉണ്ട്. മത്സരം വരട്ടെ, നന്നല്ലേ, ആൾക്കാർക്ക് ഇഷ്ടമുള്ളവർ തെരഞ്ഞെടുക്കട്ടെ. ആരോപണ വിധേയരായി മത്സരിക്കാതിരിക്കുക എന്നുള്ളത് അവരുടെ ഒരു മര്യാദയാണ്. ഇതൊരു സന്നദ്ധ സംഘടനയാണ്, ഇതൊരു ചാരിറ്റി സംഘടനയാണ്. ആ സംഘടന മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് അത്തരം മൂല്യമുള്ള ആൾക്കാർ തന്നെ ഈ സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതാണ് ഈ സംഘടനയുടെ ഈ പ്രധാനപ്പെട്ട അംഗങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ടത്. അങ്ങനെയാണ്. ആരോപണ വിധേയരും ക്രിമിനൽസും ഒക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ഇതിനകത്ത് കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും വെളിയിൽ കളഞ്ഞ് ഇത് ശുദ്ധമാക്കി ഒരു നല്ല അമ്മയാക്കി, ഒരു സമൂഹത്തിന്റെ അമ്മയാക്കി ഇതിനെ മാറ്റേണ്ട ഉത്തരവാദിത്വം മുഴുവൻ അംഗങ്ങൾക്കും ഉള്ളതാണ്. ഇതിനിടെ ജോയ് മാത്യുവിന്റെ പത്രിക തള്ളി എന്ന വിവരം കൂടി ഇപ്പോൾ ഒടുവിൽ പുറത്തു വരുന്നുണ്ട്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ നൽകും. ആജ്ഞ, എന്തായാലും താരസംഘടന ഒരു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്, അതിന്റെ തുടക്കം ആയിരിക്കുന്നു. ഇപ്പോഴിതാ ഈ ജോയ് മാത്യുവിന്റെ പത്രിക തള്ളിയെന്ന വിവരം വരുന്നു. എന്താണ് കാരണം? പേരിലുണ്ടായ പ്രശ്നമാണോ? എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതേസമയം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊടുത്ത നോമിനേഷനാണ് തള്ളിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട മത്സരം ജോയ് മാത്യു പ്രധാനമായും ബാബുരാജിനെതിരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ്, അതാണ് ലക്ഷ്യം വെക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, അതായത് 6 നോമിനേഷൻ നൽകാം. ഈ 6 സ്ഥാനത്തേക്ക് 6 മത്സരങ്ങളാണ് നടക്കുന്നത്. അതിലെല്ലാവർക്കും നോമിനേഷൻ നൽകുകയും ചെയ്യും. എന്തായാലും ഫൈനൽ റൗണ്ടിൽ 93 നോമിനേഷന് ശേഷം നൽകിയതിനു ശേഷം 74 നോമിനേഷൻ എന്ന് ഫൈനലൈസ് ചെയ്തിരുന്നു. അതേ ആ 74 ഒരെണ്ണമായിട്ടാണ് ഇപ്പോൾ ജോയ് മാത്യുവിന്റെ പേരിനുണ്ടായ പ്രശ്നത്തെ തുടർന്ന് നോമിനേഷൻ തള്ളി എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷും ശ്വേതാ മേനോനും രവീന്ദ്രനും മത്സരിക്കുന്നുണ്ട്. അതുപോലെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് ബാബുരാജും ജോയ് മാത്യു മത്സരിക്കുന്നത്. പ്രധാനപ്പെട്ട മത്സരം അത് തന്നെയാണ്. അതേസമയം ബാബുരാജ് ആരോപണ വിധേയനാണ്. അതായത് നമുക്കറിയാം, നേരത്തെ സ്ത്രീപീഡന കേസുമായി ബന്ധപ്പെട്ട ബാബുരാജ് ആരോപണ വിധേയനാണ്. അദ്ദേഹം മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളില്ലേ എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് സംഘടനയിൽ തന്നെ വിവിധ ചേരികളുണ്ട്, 2 തർക്കങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഉള്ള തർക്കങ്ങൾ നിലനിൽക്കെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നതും തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ മുന്നോട്ട് പോകുന്നതും അങ്ങനെ തന്നെയാണ്. അതേസമയം ബാബുരാജ് മത്സരിക്കുന്നത് പ്രശ്നമില്ലേ, അല്ലെങ്കിൽ ആരോപണ വിധേയൻ മത്സരിക്കുന്നത് പ്രശ്നമില്ലേ എന്നുള്ള ചോദിച്ചത് ആരോപണ വിധേയരായുള്ള ആളുകൾ മാറി നിൽക്കുന്നതാണ് മര്യാദ എന്ന് തന്നെയാണ് അനൂപ് ചന്ദ്രൻ അങ്ങനെയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതേസമയം സരയുവും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആയിട്ടുള്ള സരയുവും അൻസിബയും ആരോപണ വിധേയർ മത്സരിക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അതേസമയം സരയു വളരെ വ്യക്തമായിട്ട് ഇത് കോടതിയല്ല, അതല്ലെങ്കിൽ ഞങ്ങൾ 500 പേര് ചേർന്ന സംഘടനയുടെ തെരഞ്ഞെടുപ്പാണ്, ആ സ്ഥാനത്തേക്ക് വരുന്നത് അതിന് അർഹരായ ആളുകൾ അല്ലെങ്കിൽ മത്സരിക്കാൻ യോഗ്യരായ ആളുകൾ മത്സരിച്ചോട്ടെ, അതിനിപ്പോൾ ഇത് കോടതിയൊന്നുമല്ലല്ലോ ഇത്തരം ആരോപണ വിധേയർ മാറി നിൽക്കണമെന്ന് ശഠിക്കാനെന്ന് തന്നെയാണ് സരയും പറഞ്ഞത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് അമ്മ ഒടുവിൽ വിവാദങ്ങൾക്കൊടുവിൽ തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കുകയാണ്. അതിൻ്റെ പ്രൊസീജിയേഴ്സാണ് നടന്നു വരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സ്ക്രൂട്ടിനി നടക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ജോയ് മാത്യുവിന്റെ പത്രിക തള്ളുന്ന ഒരു സാഹചര്യമുണ്ട്. അത് അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സബ്മിറ്റ് ചെയ്തിരുന്ന അപേക്ഷയാണ് തള്ളിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നേ. ഏതായാലും ജോയ് മാത്യുവിന്റെ പേരുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാരിറ്റിയിൽ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ജോയ് മാത്യുവിന്റെ പത്രിക തള്ളിയത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്നാലും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരം ഇനിയുമുണ്ട്. അതുപോലെ ജയൻ ചേർത്തലയും സരയു ലക്ഷ്മിപ്രിയ തുടങ്ങിയവരും മത്സര രംഗത്തുണ്ട്. നവ്യ നായരും മത്സര രംഗത്തുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 74 പേരാണ് ഇപ്പോൾ ഫൈനൽ റൗണ്ടിൽ ഈ നോമിനേഷൻ സ്വീകരിച്ച ശേഷം മറ്റ് തെറ്റുകുറ്റങ്ങളൊക്കെ പരിശോധിച്ച ശേഷമുള്ള ഫൈനൽ റൗണ്ടിലെത്തിയിരിക്കുന്ന 74 പേരാണ്. അതിൽ തന്നെയായിരുന്നു ഇപ്പോൾ 73 ചുരുക്കിയിരിക്കുന്ന ജോയ് മാത്യുവിന്റെ പത്രിക തള്ളിയതോടുകൂടി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് അതിന്റെ ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. എന്തായാലും വലിയ ഒരു മാറ്റം തന്നെ അമ്മയുടെ തലപ്പത്തുണ്ടായേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഈ ബാബുരാജിന്റെ സ്ഥാനാർത്ഥിത്വം ചർച്ചയാകുന്നുണ്ട്. ഭവ്യ. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കാണാതായ റഷ്യൻ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. റഷ്യയിലെ കിഴക്കൻ മേഖലയായ അമൂറിലാണ് വിമാനം തകർന്നു വീണത്. 5 കുട്ടികൾ ഉൾപ്പെടെ 43 യാത്രക്കാരും 6 ജീവനക്കാരും വിമാനത്തിലുണ്ടായിരുന്നു. സൈബീരിയ ആസ്ഥാനമായുള്ള അങ്കാര എയർലൈൻസിന്റെ AN-24 എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ടിൻഡ വിമാനത്താവളത്തിൽ ആദ്യം ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് 2ാമത്തെ ലാൻഡിംഗ് ശ്രമത്തിനിടെയാണ് വിമാനം അപ്രത്യക്ഷമായത്. പിതൃമോക്ഷത്തിനായി ബലിതർപ്പണം നടത്തി 10,000. സംസ്ഥാനത്തുടനീളം ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ആലുവ, മണപ്പുറം, തിരുവല്ലം പരശുരാമ ക്ഷേത്രം, പാപനാശം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ 10,000 ബലിയർപ്പിച്ച് മടങ്ങിയത്.
അർദ്ധരാത്രി മുതൽ ബലിക്കടവുകളിൽ വിശ്വാസികളുടെ തിരക്കായിരുന്നു. ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും വിശ്വാസികൾ ബലിതർപ്പണം നടത്തി. ആലുവ മണപ്പുറം, തിരുവല്ലം പരശുരാമ ക്ഷേത്രം, പാപനാശം, ശിവഗിരി, കൽപ്പാത്തി, തിരുമിറ്റക്കോട്, ഭാരതപ്പുഴ തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിൽ പതിനായിരങ്ങളാണ് എത്തിയത്. തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ 9 ബലിമണ്ഡപങ്ങളിലായി ഒരു സമയം 3500 പേർക്ക് ബലിയിടാനായി. നെടുമങ്ങാട് കല്ലമ്പാറ കടവിലും കായംകുളം പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ആറാട്ടുകടവിലും അരുവിക്കര ഡാം സൈറ്റിലും പതിവ് പോലെ ബലിതർപ്പണത്തിനായി ഭക്തരെത്തി. കൊല്ലത്ത് കല്ലടയാറിന്റെ തീരത്തും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. ഭാരതപ്പുഴയോരങ്ങളിൽ നടന്ന ബലിതർപ്പണത്തിന് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ സുരക്ഷയും ഒരുക്കിയിരുന്നു. രാത്രി മുതൽ തുടർന്ന കനത്ത മഴ ചടങ്ങുകളെ ബാധിച്ചില്ല. സന്നദ്ധ സംഘടനകളും പോലീസും ഫയർഫോഴ്സും വിവിധ സർക്കാർ വകുപ്പുകളും തീരത്ത് ഭക്തർക്കാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കിഫ്ബി വഴി 6 കോടി രൂപ ചെലവിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയ സ്കൂൾ കെട്ടിടത്തിൽ ചോർച്ച. എറണാകുളം ചെല്ലാനം പുത്തൻതോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിലാണ് ചോർച്ചയുള്ളത്. ചോർച്ച മൂലം ഒരു ക്ലാസ് ഒഴിപ്പിച്ചു. സ്കൂളിന്റെ ഭിത്തിയിലും വിള്ളലുകളുണ്ട്. രണ്ടായിരത്തി 2021 പുത്തൻതോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. 6 കോടി രൂപ നിർമ്മാണ ചെലവിൽ പൂർത്തിയാക്കിയ കെട്ടിടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. പൂർണ്ണമായും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു കെട്ടിടം നിർമ്മിച്ചത്. 2 ക്ലാസ് മുറികൾ ഇപ്പോൾ ചോർന്നൊലിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാൻ കഴിയില്ല. ഒരു ക്ലാസ് റൂം പൂർണ്ണമായും അടച്ചു. നിർമ്മാണത്തിലെ അശാസ്ത്രീയത കൊണ്ട് മാത്രമാണിത് സംഭവിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. വളരെ നിങ്ങളിപ്പോൾ ഇത് കണ്ടതില്ലേ, ഗ്രൗണ്ടൊക്കെ വളരെ മോശമാണ്. സ്കൂൾ കെട്ടിടം ഇപ്പോൾ വേണ്ട ഒരു 4 വർഷമായിട്ടുള്ളൂ ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. അത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ചെയ്തതാണ്. അതിപ്പോൾ ചോർന്നൊലിച്ചിട്ട് ക്ലാസ് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറി. കൂടാതെ ഈ റോഡ്, സ്കൂളിലേക്ക് വരുന്ന റോഡൊക്കെ വളരെ മോശമായ സ്ഥിതിയിലാണ് കിടക്കുന്നത്. അതിൻ്റെ ഒരു 6 കോടി രൂപ മുടക്കി പണിത കെട്ടിടമാണ്. അന്ന് ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ രേഖപ്പെടുത്തിയാണ് ഇവിടെ പാർട്ടി ലെവലിലൊക്കെ. പക്ഷേ അതൊന്നും അന്നത് കാര്യമൊക്കെ എടുക്കാതെ അവർ വർക്കങ്ങോട്ട് തീർത്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഭയങ്കര എല്ലാ സ്ഥലത്തും പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന രീതിയിലുള്ള പണിയാണ് നടന്നേക്കുന്നത്. കിഫ്ബിക്ക് വേണ്ടി വർക്കോസ് എന്ന നിർമ്മാണ കമ്പനിയാണ് പദ്ധതി പൂർത്തിയാക്കിയത്. കെട്ടിടം ചോരുന്നതിനെക്കുറിച്ച് ഉത്തരവാദിത്വപ്പെട്ടവരെ നേരത്തെ തന്നെ അറിയിച്ചതാണ്. 2023 ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടും അധികൃതരെ തികച്ചും അതിനെ ഒഴിവാക്കുന്ന രീതിയിലുള്ളൊരു പ്രവണതയാണ് ഉണ്ടായത്. പരാതികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുട്ടികളെ രക്ഷിതാക്കളോടും മറ്റുമൊക്കെ പറഞ്ഞിട്ടും ഇതിനെപ്പറ്റി വ്യക്തമായ രീതിയിലുള്ള ഒരു നമുക്ക് കൃത്യമായ ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായില്ല. ഒരു അശ്രദ്ധ മൂലം തന്നെ ഉണ്ടായ ഒരു കാര്യമാണത്. ചോർച്ച അടക്കാനുള്ള പരീക്ഷണങ്ങൾ പലതും നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. സ്കൂളിൻ്റെ ഭിത്തിയും പലയിടങ്ങളിൽ അടർന്നു പോയിട്ടുണ്ട്. കെട്ടിടത്തിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ അടിയന്തര ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ സമരത്തിനിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. ഒരിടവേള കൂടി. YG presents News 18 Anti-Drugs Awareness Campaign. സമൂഹത്തെയും വ്യക്തികളെയും നശിപ്പിക്കുന്ന തിന്മകൾ തീർച്ചയായും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. നമുക്ക് ഇതൊരു പോരാട്ടമാക്കി ഏറ്റെടുക്കാൻ വേണ്ടി കഴിയണം. As a human being, it is our duty to look after everyone. ആ സിനിമയിൽ ശരിക്കും പറഞ്ഞ 10% മാത്രമേ കാണിച്ചിട്ടുള്ളൂ. മക്കളാൽ എപ്പോഴാണ് കൊല്ലപ്പെടുക? ഒരമ്മ എന്നോട് പറഞ്ഞതാ, എന്റെ മകൻ ഇപ്പൊ കിടക്കുന്ന കള്ളന്മാരുടെ കൂടെയാ. ഭീകരമായ ഒരു വ്യാളിയിലാണ് നമ്മുടെ യുവാക്കൾ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നത്. അരുതരുതു മക്കളെ നിങ്ങളീ വഴി. ആറന്മുള വള്ളസദ്യ ദേവസ്വം ബോർഡ് നടത്തുന്നത് കൂടിയാലോചനകൾക്ക് ശേഷമെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്. എല്ലാ ഞായറാഴ്ചയും ഒരു വള്ളസദ്യയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. വിഷയത്തിൽ ആരുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും PS പ്രശാന്ത് വ്യക്തമാക്കി. നേരത്തെ ബോർഡ് തീരുമാനത്തിനെതിരെ പള്ളിയോട സേവാ സംഘം രംഗത്തെത്തിയിരുന്നു. ആറന്മുള വള്ളസദ്യ ദേവസ്വം ബോർഡ് നടത്താനുള്ള തീരുമാനത്തിനെതിരെ പള്ളിയോട സേവാ സംഘം രംഗത്തെത്തിയതിനു പിന്നാലെയാണ്
ദേവസ്വം ബോർഡ് നിലപാട് വ്യക്തമാക്കുന്നത്. എല്ലാ ഞായറാഴ്ചകളിലും ഒരു വള്ളസദ്യ വീതം നടത്താനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ബോർഡ് എത്തിയത് കൃത്യമായ കൂടിയാലോചനകൾക്ക് ശേഷമാണെന്ന് ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഒട്ടേറെ ഭക്തജനങ്ങൾ പള്ളിയുടെ സദ്യയുമായി ബന്ധപ്പെട്ട് സദ്യ കഴിക്കണമെന്നുള്ള താല്പര്യവുമായി ദേവസ്വം ബോർഡിനെ ബന്ധപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങൾ. അപ്പോൾ ഭക്തർക്ക് സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി. അതിന് ഉതകുന്ന തരത്തിലാണ് ഞങ്ങൾ ഈ താല്പര്യവുമായി മുന്നോട്ട് പോകുന്നത്. അന്ന് ഞങ്ങളുടെ മുന്നിൽ വന്ന് ഞങ്ങളുടെ ബോർഡിൽ വെച്ച് പള്ളിയോട സംഘത്തിൻ്റെ പ്രസിഡന്റും പള്ളിയോട സംഘത്തിൻ്റെ സെക്രട്ടറി, ആറന്മുള ക്ഷേത്രത്തിലെ ഉപദേശക സമിതിയുടെ പ്രസിഡന്റും ഞങ്ങളുടെ ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടിച്ചേർന്നിരുന്ന് ധാരണയായിട്ടാണ് പോയത്. വിവാദങ്ങൾക്ക് പിന്നിൽ എന്തെന്നറിയില്ല. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തത്. വള്ളസദ്യയുമായി ബന്ധപ്പെട്ടുള്ള ബോർഡിന്റെ യോഗത്തിൽ പള്ളിയോട സേവാ സംഘം സെക്രട്ടറിയും പ്രസിഡന്റും പങ്കെടുത്തിരുന്നു. വള്ളസദ്യ ഓൺലൈനായി ബുക്കിംഗ് നടത്തുന്നത് തീർത്ഥാടകരുടെ സൗകര്യാർത്ഥമാണെന്നും PS പ്രശാന്ത് പറഞ്ഞു. എന്നാൽ ആറന്മുള വള്ളസദ്യയെ ദേവസ്വം ബോർഡ് വാണിജ്യവൽക്കരിക്കുകയാണെന്നാണ് പള്ളിയോട സേവാ സംഘത്തിന്റെ ആരോപണം. ന്യൂസ് 18 പത്തനംതിട്ട. കാസർഗോഡ് ചെറുവത്തൂർ വീരമല കുന്നിടിഞ്ഞുണ്ടായ അപകടം ദേശീയപാത അതോറിറ്റിയുടെ വീഴ്ച മൂലമെന്ന ആരോപണം. അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മേഖലയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. ദേശീയപാത നീലേശ്വരത്തിനും ചെറുവത്തൂരിനും ഇടയിലാണ് കഴിഞ്ഞ ദിവസം കുന്നിടിഞ്ഞത്. മണ്ണും കല്ലുമെല്ലാം ദേശീയപാതയിൽ പതിച്ചിരുന്നു. അതീവ ജാഗ്രതാ പട്ടികയിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടുത്തിയ സ്ഥലത്താണ് നിർമ്മാണ പ്രവൃത്തി നടന്നത്. മഴയിൽ ദേശീയപാത പല ഭാഗത്തും തകർന്നതിനും കുന്നുകൾ ഇടിഞ്ഞതിനും പിന്നാലെയാണ് ജില്ലാ കളക്ടർ E ഇമ്പശേഖരന്റെ നേതൃത്വത്തിൽ ചെറുവത്തൂർ വീരമലയിലും ഡ്രോൺ പരിശോധന നടത്തിയത്. പരിശോധനയിൽ മലയിൽ വിള്ളൽ കണ്ടെത്തിയിരുന്നു. ഇക്കാര്യം വ്യക്തമാക്കി ദേശീയപാത അതോറിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിൽ നടപടിയെടുത്തില്ലെന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്. വീരമലക്കുന്ന് അപകടമേഖലയാണെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ആദ്യ അലൈൻമെന്റ് പ്രകാരം റോഡ് മലയിൽ നിന്നും മാറി വയലിന് മുകളിലൂടെ തൂണിൽ നിർമ്മിക്കാനായിരുന്നു ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചത്. എന്നാൽ ഏറെ പാരിസ്ഥിതിക പ്രത്യേകതകളുള്ള മല തന്നെ കീറിമുറിച്ച് റോഡ് നിർമ്മാണത്തിലേക്ക് കടക്കുന്നതാണ് പിന്നീട് കണ്ടത്. നിർമ്മാണ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻസിന് മണ്ണ് കിട്ടാനുള്ള എളുപ്പവഴിയായിരുന്നു ഇതെന്നായിരുന്നു നാട്ടുകാരുടെ ആരോപണം. ന്യൂസ് 18 ചെറുവത്തൂർ. തിരുവനന്തപുരത്ത് സ്കൂൾ വിദ്യാർത്ഥികളെ ബൈക്കിടിച്ച് തെറിപ്പിച്ചു. രാവിലെ 9:30 നാലാഞ്ചിറയിലായിരുന്നു സംഭവം. ഫുട്പാത്ത് വഴി പോവുകയായിരുന്ന വിദ്യാർത്ഥികളെ നിയന്ത്രണം വിട്ട ബൈക്ക് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥികളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കോഴിക്കോട് മുക്കം മാമ്പറ്റയിലുണ്ടായ വാഹനാപകടത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. ലോറി റോഡിൽ നിർത്തിയപ്പോൾ പുറകെ വന്ന ബൈക്ക് ലോറിയുടെ പുറകിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ മുക്കം മനാശ്ശേരി സ്വദേശി രാജീവ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. രാജസ്ഥാൻ രജിസ്ട്രേഷൻ ലോറിയുടെ പുറകിലാണ് ഇടിച്ചത്. കോട്ടയത്ത് ഗൂഗിൾ മാപ്പ് നോക്കി വഴിതെറ്റിയ കാർ തോട്ടിൽ വീണു. കടതുരുത്തി കുറുപ്പന്തറയിലാണ് സംഭവം. നേരത്തെയും ഇതേ സ്ഥലത്ത് അപകടമുണ്ടായിരുന്നു. ചങ്ങനാശ്ശേരി സ്വദേശി ജോസഫ്, ഭാര്യ ഷീബ എന്നിവർ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കനത്ത മഴയിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നതിനാൽ തോട് ശ്രദ്ധയിൽപ്പെട്ടില്ല. വളവ് തിരിഞ്ഞ് പോകേണ്ടതിന് പകരം കാർ നേരെ തോട്ടിലേക്ക് ഇറക്കുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്നവർ ഇവരെ രക്ഷപ്പെടുത്തി. മോഷണം പോയ ഓട്ടോറിക്ഷ പാടശേഖരത്തെ ചെളിയിൽ കണ്ടെത്തി. ഇടുക്കി വണ്ടൻമേട് ചേറ്റക്കുഴിയിലാണ് സംഭവം. ചേറ്റക്കുഴി മാമൂട്ടിൽ സനീഷിന്റെ ഓട്ടോറിക്ഷയാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം പോയത്.
കോഴിക്കോട് കുണ്ടുങ്ങലിൽ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചയാൾ പിടിയിൽ. കുണ്ടുങ്ങൽ സ്വദേശി CK നൌഷാദാണ് അറസ്റ്റിലായത്. പെട്രോൾ നിറച്ച കുപ്പിയുമായി എത്തിയാണ് ആക്രമിച്ചത്. വാതിൽ തുറക്കാതെ വന്നപ്പോൾ മുറ്റത്തുണ്ടായിരുന്ന ഇരുചക്രവാഹനം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. നിരന്തരം തന്നെ ഉപദ്രവിക്കാറുണ്ടെന്നും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നും ഭാര്യ നൽകിയ പരാതിയിൽ പറയുന്നു. സ്കൂളുകളിൽ പഴയ കെട്ടിടങ്ങൾ പൊളിക്കുന്ന നടപടികൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കെട്ടിടങ്ങൾ പൊളിക്കാൻ ലേലം പിടിച്ച കോൺട്രാക്ടർമാർ പൊളിച്ച സാമഗ്രികൾ കൊണ്ടുപോവുകയാണ് പതിവ്. എന്നാൽ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വൻ തുകയാണ് ഇതിന് ഫീസായി നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് കാരണം പഴയ സ്കൂൾ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്ന പ്രവർത്തനം പലയിടത്തും തടസ്സപ്പെടുകയാണ്. ഇക്കാര്യത്തിൽ വകുപ്പ് ഇടപെട്ട് നടപടിയെടുക്കുമെന്ന് മന്ത്രി അറിയിച്ചു. N. പ്രശാന്ത് IASനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. മുതിർന്ന IAS ഉദ്യോഗസ്ഥരെ സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചതിനാലാണ് അന്വേഷണം. അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രഗഡെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളാണ് പ്രിസൈഡിംഗ് ഓഫീസർ. കുറ്റപത്ര മെമ്മോയ്ക്ക് പ്രശാന്ത് നൽകിയ മറുപടി തള്ളുന്നതായി അന്വേഷണ ഉത്തരവിൽ പറയുന്നു. മെമ്മോയിലെ കുറ്റങ്ങളെല്ലാം നിഷേധിച്ചുവെന്നും ഇതിന് പറയുന്ന ന്യായങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. അതേസമയം സർക്കാർ നടപടിയിൽ നിരവധി പാകപ്പിഴകളുണ്ട്. പ്രശാന്ത് ആരോപണങ്ങൾ ഉന്നയിച്ചത് ചീഫ് സെക്രട്ടറി ജയതിലകിനെതിരെയാണ്. എന്നാൽ അന്വേഷണം നടത്തുന്നത് ചീഫ് സെക്രട്ടറിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. അഴിമതിയും വ്യാജരേഖ ചമയ്ക്കലും സർക്കാർ ഫയലുകളിൽ കൃത്രിമം കാണിക്കലും കൈയോടെ പൊക്കി പൊതുജനമധ്യത്തിലിടുന്നത് എങ്ങനെ അധിക്ഷേപമാകുമെന്നാണ് പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ബ്രിട്ടീഷ് F-35B വിമാനത്തിന്റെ തകരാറുകൾ പരിഹരിക്കാൻ സഹായം നൽകിയതിന് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിന് നന്ദി പറഞ്ഞ UK സൈനികർ. അടിയന്തര ലാൻഡിംഗ് നടത്തിയത് മുതൽ തകരാറുകൾ പരിഹരിച്ചു മടങ്ങുന്നതുവരെ പൂർണ്ണ സഹായം നൽകിയതിനാണ് നന്ദി പ്രകാശനം. UK റോയൽ ഫയർഫോഴ്സ് ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ടോം സർ സോയർ നേരിട്ടെത്തി എയർപോർട്ട് അധികൃതരെ നന്ദി അറിയിച്ചു. റോയൽ എയർഫോഴ്സിന്റെ ഉപഹാരവും കൈമാറി. സ്വർണം വെള്ളി നിരക്കുകൾ കൂടി. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9255, പവന് 74,040. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7625, പവൻ 61,000. വെള്ളി ഗ്രാമിന് 126, കിലോയ്ക്ക് 1,26,000.